ആ എലികളുടെ ഒരു ഗ്രൂപ്പിന് എല്ലാ സമയവും വേണ്ട ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണവും സൗകര്യങ്ങളും എല്ലാം കൊടുക്കുകയാണ്. ഇവരൊന്നും ചെയ്യേണ്ട. ഒരു ആക്ഷൻ അവര് ആവശ്യമില്ല. എപ്പളും ഭക്ഷണവും കാര്യങ്ങളും സൗകര്യങ്ങളും എപ്പളും കൊടുക്കുന്നു. മരുന്നും ഭക്ഷണവും എല്ലാം എല്ലാ സമയത്തും അവൈലബിൾ ആണ്. അതിന് കഴിഞ്ഞ് അവർ ഒബ്സർവ് ചെയ്യുമ്പോൾ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ എലികൾ തന്നെ പരസ്പരം മിംഗ്ലിംഗ് കുറയുന്നു. ഈവൻ മേറ്റിംഗ് അടക്കം അവിടെ നിൽക്കുകയാണ്. അവർക്ക് ഇണയായിട്ടുള്ള ഇടപെടലുകൾ പോലും നിൽക്കുന്നു. എല്ലാ തരത്തിലും അവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളും കുറഞ്ഞ് കുറഞ്ഞ് ഗ്രാജുവലി ആ വംശം തന്നെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് എലികൾ പോകുന്നുണ്ട്. അത് എലികൾ മാത്രമല്ല നമ്മുടെ കുട്ടികളിലും കുടുംബത്തിലും ഒക്കെ നമുക്കത് കാണാൻ പറ്റും. നമ്മൾ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം വരുമ്പോൾ നമ്മളുടെ എനർജി ഫിസിക്കലി, മെന്റലി, സ്പിരിച്വലി നമ്മളൊന്നും ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കഴിവുകളും പതുക്കെ വിട്ടുപോകും. അപ്പോ അവിടെയാണ് ഈ ഗോൾ സെറ്റിംഗ്സിന്റെ ഒക്കെ ഒരു പ്രാധാന്യം, ഈ വൈ ഫാക്ടർ നമ്മൾ കൊടുക്കേണ്ടത്. ഓരോ കുട്ടിക്കും ഒരു ബോധ്യം കൊടുക്കണം. എന്തിനാണ് നീ പ്രവർത്തിക്കുന്നത്? നമ്മളെല്ലാവരും പറയുന്നത് നീ പഠിക്ക് എന്നാണ്. ഹൗ ഫാക്ടർ ആണ് നമ്മൾ കൊടുക്കുന്നത്. എങ്ങനെ പഠിക്കണം? എങ്ങനെയാണ് പഠിക്കേണ്ടത്? എങ്ങനെ ഡോക്ടർ ആവാം? എങ്ങനെ എഞ്ചിനീയർ ആവാം? വൈ? എന്തിന് നീ പഠിക്കണം എന്നുള്ളൊരു ഉത്തരം നമ്മൾ കൊടുക്കുന്നില്ല. പാരന്റ് എന്ന നിലയിൽ, ടീച്ചർ എന്ന നിലയിൽ, ട്രെയിനർ എന്ന നിലയിൽ ഞാനത് മാത്രമാണ് ശ്രദ്ധിക്കാറ്. എന്റെ ക്ലാസ്സുകളിലും ഞാനത് മാത്രമേ പറയാറുള്ളൂ. എന്തിനാണ് നിങ്ങൾ പഠിക്കുന്നത്? നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാരന്റ്സിന്, നിങ്ങളുടെ കുടുംബത്തിന്, മറ്റുള്ളവർക്ക് കൊണ്ടുവന്ന റിഫ്ലക്ഷൻസ് അത് പല വീഡിയോസ് ആയിട്ടോ കേസ് സ്റ്റഡീസ് ആയിട്ടോ കൊടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ഫയർ വരുന്നുണ്ട്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് ഒരുപാട് പേര് ഇപ്പോൾ NDA ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം അത്. ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ആർമി, നേവി ഇതിനൊക്കെ ചേർന്നുണ്ട്. പല ആളുകളും ഇപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്. കാരണം ആ വൈ ഫാക്ടർ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഹൗ ഫാക്ടറിന്റെ ആവശ്യമില്ല. എങ്ങനെ പഠിക്കണമെന്ന് ഒരു മനുഷ്യനും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരുള്ള എനർജി വരും. എനർജി വന്ന് ആവശ്യമുള്ള ഒരു മനുഷ്യന് അവൻ തന്നെ തേടും എങ്ങനെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അവൻ സുഹൃത്തുക്കളോടും നാട്ടുകാരോടും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇൻഫർമേഷന്റെ ഒന്നും ഒരു കുറവുമില്ല. അപ്പൊ വൈ ഫാക്ടറാണ് നമ്മൾ പൊക്കിക്കൊണ്ടുവരേണ്ടത്. അപ്പൊ ഈ വൈ ഫാക്ടറിനെ ഈ ഡ്രീമിനെ ഈ ഗോൾ സെറ്റിംഗ് ഒക്കെ കുറച്ച് സഹായിക്കുന്നുണ്ട്. എനിക്കൊരു വിസിബിലിറ്റി എന്റെ ഒരു സ്വപ്നം മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ അത് പ്രവർത്തിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. അപ്പൊ ഈവൻ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി. നമ്മള് വെള്ളം സാധാരണ വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി നമ്മള് കുറയുന്നുണ്ട് പല പല കാര്യങ്ങൾ ചെയ്യും. അപ്പൊ വീട്ടിൽ 2 3 സ്ഥലങ്ങളിൽ വാട്ടർ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നമ്മൾ വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങും. വിസിബിലിറ്റി കൂട്ടുക. അതേ മെത്തേഡാണ് നമ്മൾ കിടക്കുന്ന റൂമിൽ നമ്മളുടെ സ്വപ്നം എന്താണ്, നമ്മുടെ സ്വപ്നം എന്താണ്, നമ്മൾ ആകേണ്ടത്, അതിനെക്കുറിച്ച് 2 3 ഇമേജ്, അതിന്റെ കൂടെ നമ്മുടെ കൂടി ഒരു ഇമേജ് ഒക്കെ വെക്കുമ്പോൾ എന്നും അതിനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. എന്നും അതെന്റെ വിഷ്വലിൽ വരികയാണ്. അതെന്റെ ലക്ഷ്യമാകുന്നുണ്ട്. അതെനിക്ക് എനർജി ആവുന്നുണ്ട്. അതിന്റെ ഉള്ളിലെ ഫയറിനെ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വല്ലാത്തൊരു ഇതാണ്. അപ്പൊ അതൊരു ചെറിയ പ്രോസസ് അല്ല. വളരെ ആന്തരികമായിട്ട് നമ്മളെ ശക്തി കൂട്ടാനും സ്വപ്നങ്ങളിലേക്ക് നയിക്കാനും അതിന് ശേഷിയുണ്ട്. കുട്ടികൾ നിർബന്ധമായിട്ടും പാരന്റ്സോ ടീച്ചേഴ്സോ ഒക്കെ സഹായിച്ചിട്ട് ഒരു വിഷൻ ബോർഡ് നിർമ്മിക്കണം. നമ്മൾ പല ക്യാമ്പിനും അത് കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് അത് നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. നന്നായിട്ട് സഹായിക്കും അത്. ഓക്കെ, വെരി മോട്ടിവേഷണൽ. താങ്ക് യു. ഇനി